തീരുമാനം ഉണ്ടാക്കും. എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം. അതെന്നാ തീരുമാനം അറിയണം? നീ എന്തിനാടി എന്നെ പുറകെ വരുന്നത്? നിങ്ങൾ എന്റെ മുമ്പേ കയറി നടന്നിട്ടില്ലേ? ഞാൻ പുറകെ പറഞ്ഞ ഇന്ന് നമ്മൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്ത് രണ്ടും രണ്ട് പാത്രമാവണം. എനിക്ക് ഇത് തന്നെ വേണം. നല്ല ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ എത്ര നല്ല ആലോചനയാണ് എന്റെ കല്യാണത്തിന് മുന്നേ വന്നതെന്ന് അറിയാമോ? നിനക്ക് കല്യാണത്തിന് മുമ്പേണ് ആലോചന വന്നത്. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ആലോചന വന്നത്. എന്തോന്ന്? നിന്നെ കെട്ടണ്ടായിരുന്നല്ലോ എന്നുള്ള ആലോചന. എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ? വക്കീൽ എവിടെ? വക്കീലേ, വക്കീല്, വക്കീലേ, വക്കീല്. വക്കീലേ. വക്കീലേ, അറിയില്ലേ, ഒരു അബദ്ധത്തിൽ കയറിപ്പോയി. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി തരോ? അയ്യോ, നീ എറിയാൻ കൊണ്ടൊന്നല്ല. ഞാനും എന്റെ ഭാര്യയും കൂടെ രാവിലെ ഒരു ഗെയിം കളിക്കും. ഈ തേങ്ങ എടുത്ത് ഞാൻ അവക്ക് എറിഞ്ഞു കൊടുക്കും, ഈ തേങ്ങ എടുത്ത് അവൾ എനിക്ക് തിരിച്ചെറിഞ്ഞു തരും. പിടിക്കുന്ന ആള് ജയിച്ച് ആളുടെ കയ്യിൽ നിന്ന് താഴെ പോണ അവരുടെ തലയിൽ ഈ തേങ്ങ എടുത്ത് വെച്ച് എറിഞ്ഞു കൊടുക്കും. കളി. ആര് തോറ്റത്? ഇന്ന് എന്നത്തെ പോലെ ഞാൻ തന്നെ തോറ്റത്. അല്ല, നിങ്ങള് ഭാര്യ ഭർത്തക്കന്മാരാണല്ലേ? എങ്ങനെ മനസ്സിലായി? ഇഞ്ചി കടിച്ച ഈ മുഖം കണ്ടപ്പോ മനസ്സിലായി. കണ്ട നാട്ടുകാർക്ക് വരെ മനസ്സിലായി. നിങ്ങളെ മുഖം ഒരു ഇഞ്ചി കടിച്ച കുറകനാ പോലെ. എന്തോന്നറിയത് നിങ്ങൾ LKG പിള്ളേരെ പോലെ? എന്താണ് ഇപ്പൊ പ്രശ്നം? സാറേ, കുടി. നിങ്ങൾക്ക് തായ്ക്കണേ നിങ്ങൾ കൂടി. അതല്ലെന്ന്, ഭയങ്കര കള്ളുകൂടിയാണെന്ന്. തന്നെ സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് കണ്ട്. എന്റെ കാര്യമില്ല, എനിക്കൊരു മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തോന്നറിയത്? കള്ളുകൂടിയൊക്കെ അത്യാവശ്യത്തിനൊക്കെ ആകാം. അതെ, പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി കഴിഞ്ഞാൽ നമ്മളത് മാറ്റി നിർത്തണ്ടേ? ലുക്ക് മിസ്റ്റർ വക്കീൽ സാർ, സർക്കാർ എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഈ കല്യാണം കഴിക്കാനുള്ള മിനിമം പ്രായം എത്രയാണ്? അത് 21. മദ്യപിക്കാനുള്ള മിനിമം പ്രായം എത്രയാണ്? അത് 23. അപ്പൊ സർക്കാരിന് അറിയാം 21 വയസ്സിൽ ഒരുത്തൻ കെട്ടിക്കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പോ കുടി തുടങ്ങുമെന്ന്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ കുടി തുടങ്ങിയത്. അത് കൊള്ളാം സാറേ. അത് മാത്രമല്ല, ഞാൻ ഒരു ഭാര്യയില്ല സാറേ. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാ. മിന്നായിരിക്കും സാറേ. ഈ മനുഷ്യനെ എന്റെ കൂടെ ഒരു മിനിറ്റ് പോലും വീട്ടിരിക്കൂല. സാറിന് അറിയാമോ? എന്തിനു പറയണ? ലോക്ക്ഡൌൺ സമയത്ത് സർക്കാർ ബാർ അടച്ച്, കടയടച്ച്, സകലമാന സ്ഥാപനം അടച്ച്, എന്നിട്ട് പോലും ഈ മനുഷ്യൻ എന്റെ കൂടെ ഒരു മിനിറ്റ് ഇരുന്നിട്ടില്ല. ലോക്ക്ഡൌൺ സമയത്ത് സർക്കാർ ബാർ അടച്ച്, കടയടച്ച്, എല്ലാം അടച്ച്. എവളെ വാ മാത്രം അടച്ചില്ല. ഒരു ദിവസമല്ല, ഒരു മിനിറ്റ് പോലും അവിടെ വായിലൊന്നും ഇരിക്കാൻ പറ്റൂല. വായിക്കുന്ന സാറേ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂപ്പർ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. എന്നെയാണ് ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ വാക്കൊള്ളൂല. എന്റെ മലയപ്പൂപ്പ ഇതൊക്കെ കേട്ടോണ്ടിരിക്കില്ലല്ലോ. എന്റെ മലയപ്പൂപ്പ, ഞാൻ ഒരു കാര്യം പറയാം. എന്നെ പറഞ്ഞവന്റെ നാക്ക് താന്നുകൂടെ? ഞാൻ 2 പൈന്റ് എടുത്തരും. അവൻ എന്റെ മുന്നിൽ പാമ്പഴയും പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് അവന്റെ ഉച്ചി മുട്ടിപ്പോടാ. അറിഞ്ഞില്ല അങ്ങേർത്താ. അത് വേണം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് സ്വന്തം ഭാര്യയെ പറ്റുന്ന ഒരു ഭർത്താവാണ് ഞാൻ. എന്റെ അടുത്ത് തന്നെ നീ ഇത് പറയണം. ചോദിക്ക് ചോദിക്ക് ചോദിക്ക്. എനിക്കറിയില്ല, എനിക്കറിയില്ല സുഹൃത്താ, സാറേ, അങ്ങേര് വെള്ളമാണെന്ന് പറയാം. സാറ് എന്തോന്ന് പ്രാന്താ കാണിക്കുന്നത്? കഞ്ചാവ് അല്ല, പഞ്ചാബിലായിരുന്നല്ലോ പണ്ട് ജോലി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കള്ളുകൂടിയാണല്ലോ. ഇങ്ങനെ കള്ളുകുടിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ചികിത്സിച്ചുകൂടായിരുന്നു? അയ്യോ, ഞാൻ കൊണ്ടുപോയി കാണിച്ചു സാറേ. എന്നിട്ട് കുടി നിർത്തിയാ? കുടി നിർത്തി. അങ്ങേര് മുഴുക്കുടിയനായ ഡോക്ടർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. പച്ചക്കള്ളം. പച്ചക്കള്ളോ? ഒരു ഫോൾസ് പറഞ്ഞു. എടി, പിന്നെ ദേഷ്യം കൊള്ളാരെ കല്യാണം കഴിക്കോ? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ SMS പ്രണയം വഴിയായിരുന്നു. അതായത് യുവക്കനോട് ഭയങ്കര പ്രണയമായിരുന്നു. നമ്മളെ SMS അയക്കുന്ന സമയത്ത് എന്നും രാവിലെ എഴുന്നേറ്റ് വിടും. എന്തോന്ന് SMS? രാവിലെ ഗുഡ് മോർണിംഗ് ചേട്ടൂസ്, ഗുഡ് നൈറ്റ് ചേട്ടൂസ്, കഴിച്ചോ ചേട്ടൂസ്, ഉണ്ടോ ചേട്ടൂസ്, ഉറങ്ങിയോ ചേട്ടൂസ്, പോയോ ചേട്ടൂസ്, തിന്നോ ചേട്ടൂസ്, കിടന്നോ ചേട്ടൂസ്, ചേട്ടൂസ് 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 ചേട്ടൂസ്. അവസാനം എവളോ ഒരു ഉമ്മയുണ്ട്. കുർള എക്സ്പ്രസ് തോറ്റു പോകും. ഉമ്മ 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 അങ്ങനെ അങ്ങ് പോകും. അതാണെന്ന് മെസ്സേജ്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഒന്നും വിടൂലേ? വിടും. അരി 5 കിലോ, ഉഴുന്ന് 2 കിലോ, ശർക്കര 3 കിലോ, തേയില 100 ഗ്രാം. അവസാനം അവള് വീണ്ടും വിടും. ഉമ്മയായിരിക്കും അല്ലേ? ഉമ്മയല്ല, ഇന്നെങ്കിലും 4 കാലില് വരലേണ ചെറ്റേന്ന്. ചേട്ടോസ് മാറി ചെറ്റായ. എന്റെ സ്വഭാവം പറ്റിക്കല്. ഒബ്ജക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? ഡിവോഴ്സ് ആണ് ആവശ്യം? സാറേ, എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റൂല. അല്ല, ശക്തമായ ഒരു തെളിവില്ലാതെ നമുക്ക് ഈ കുടുംബ പരാതികളോടൊന്ന് കോടതി കൊടുക്കാൻ പറ്റുമോ? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പൊരിച്ചു വെച്ചേക്കുന്ന പഴംപൊരി അല്ലേ എടുത്തങ്ങ് തരാനായിട്ട്. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, മനസ്സിലായ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിടാം. ഉഭയസമ്മത പ്രകാരം. ആർക്ക് ഭയം? എനിക്ക് അവളെ ഒരു ഭയമില്ല. എന്റെ ദൈവമേ, നീ അവനെ ഡൈവോഴ്സ് ചെയ്ത് കളയണ തന്നെ നല്ലത്. അതായത് നിങ്ങൾ
പരസ്പരം അറിഞ്ഞുകൊണ്ട് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ തരാം, അതങ്ങ് ഒപ്പിട്ടോ. ഇവിടെ ഒപ്പിട്, ഇന്നത്തോടെ രണ്ട് പാത്രമാക്കി അത് കൈ തൊട്ട് എന്റെ അടുത്താണ് കളിയേ. ഞാൻ ഇതെത്ര കണ്ടേ. മലയാളം D+, സയൻസ് D, കണക്ക് C, ഇംഗ്ലീഷ് D. കംപ്ലീറ്റ് തോറ്റതാണല്ലോ. ആറിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരുന്നു ഇത്. അയ്യോ, ഇത് എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ല, എന്റെ മോന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. കുഴപ്പമില്ല, അച്ഛന്റെ സാറിന് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഞാനല്ലേ ഒപ്പിടാനുള്ളത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പിടികിട്ടി. ഇത്രയും വക്കീൽ ഉണ്ടായിട്ടും ഈ വക്കീലിനെ തന്നെ തെരഞ്ഞു പിടിച്ച് വന്നത് ഇതിനായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വക്കീലെ, നമ്മൾ രണ്ടുപേരും ചതിക്കപ്പെട്ടു വക്കീലെ. ഇത്രയും കാലം വക്കീലിന്റെ മോനാണെന്ന് പറഞ്ഞ് വക്കീൽ ധരിപ്പിച്ച് വെച്ചിരുന്നില്ലേ? അത് വക്കീലിന്റെ മോനല്ലായിരുന്നു. ഈ നിൽക്കുന്ന ചാരന്റെ മോനായിരുന്നു വക്കീല്. അയ്യോ, ഇതെന്റെ മോനല്ല, എന്റെ മോനല്ല, എന്റെ മോനല്ല. ചതിക്കപ്പെട്ടിരിക്കുന്നു സഹോദരി, ഞാൻ ചതിക്കപ്പെട്ടു. അയ്യോ, അല്ലയോ യുവാവായ ചെറുപ്പക്കാരാ, നീ എന്നെ ചതിച്ചിരിക്കുന്നു. വക്കീല്, അതിനാ വക്കീലിനെ ചതിച്ചത്. വക്കീല് വാർദ്ധക്യമല്ലേ, അത് യുവാവല്ലേ, അത് തന്നെയാ കാരണം. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ചതിക്കപ്പെട്ടേ. വക്കീല്, നമ്മള് രണ്ടുപേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിനിപ്പോ എന്ത് ചെയ്യും വക്കീല്? നമുക്കൊക്കെ കിട്ടിയാലാ? ഞാൻ എവിടെ വരെ വന്നത്? നന്നായിരിക്കും. ഞാൻ എങ്ങനെയാണ് ആ കൊച്ചിന് നന്നാവണത്? ആ ചെറുക്കൻ മൊത്തം വിഷയത്തിൽ തോറ്റിരിക്കുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങളുടെ മോനാന്ന്. അയ്യോ, സത്യമായിട്ട് ഭ്രാന്താണ്, നമുക്ക് ഭ്രാന്ത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യിപ്പിക്കാം. പക്ഷെ അതിന് ശക്തമായ ഒരു തെളിവ് വേണം. തെളിവുണ്ടാ? തെളിവ് എന്റെ കയ്യിലുണ്ട്, ശക്തമായിട്ട് തെളിവുണ്ട്. ഞാൻ കോടതി കാണിക്കും. അത് കോടതിയിലല്ല, ഡോക്ടറോടും വൈദ്യരോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ആദ്യം വക്കീലിനെ കാണിക്ക്, ഞാൻ വെരിഫൈ ചെയ്യട്ടെ. കാണിക്ക്. ഞാൻ കാണിക്കാൻ പറ്റില്ലേ? എന്തോ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വിട്ടരുത്. കഴിഞ്ഞ മാസം നിങ്ങൾ മൂന്നാറ് പോയാ? മൂന്നാർ പോയി. എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ. ഇല്ല. അപ്പോഴീ മനുഷ്യനെ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. എനിക്കൊരു മെസ്സേജ് ഇട്ട് വക്കീല്. അത് കണ്ടിന് തയ്ച്ചു പോയി. ഞാൻ തീരുമാനം എടുത്തു, ഈ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ വേണ്ടാന്ന്. ഞാൻ കാണിച്ചു കൊടുത്തോളാം വക്കീല്. നിനക്ക് ഞാൻ ജയിലായി വാങ്ങിച്ചു തരാം. വക്കീൽ ഇത് വായിക്കേ, വായിക്കണം. ഞാൻ മൂന്നാറിലെത്തി, കൂടെ മഞ്ജു ഉണ്ട്, നല്ല തണുപ്പുണ്ട്, 2 ദിവസം അടിച്ച് പൊളിച്ചിട്ട് വരൂ. ഏത് മഞ്ജു? അയ്യോ, കൊണ്ടുപോയപ്പോ അറിഞ്ഞില്ല ഏത് മഞ്ജു ആണെന്നല്ലേ. മമ്മഴി ശാസ്താവിനാണ്, എനിക്കൊരു മഞ്ജുവിനെ അറിഞ്ഞൂടെ? പച്ചക്കള്ളാണോ? കണ്ണില് തെളിവ് കണ്ടില്. ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. കൈ തരില്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി. അയ്യോ, അയ്യോ, എടി, ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തല്ലേ? ഞാൻ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മൂന്നാറിലാണ്, കോടമഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്, ഞാൻ 5 ദിവസം കഴിഞ്ഞല്ലേ വരും. അത് കൂടമഞ്ഞു പോയാടി. കൂടമഞ്ഞെന്നാണോ എഴുതിയത്? കോടമഞ്ഞ് അല്ല, കോടമഞ്ഞെന്നാണ് എഴുതിയത്. ഇതിനാണല്ലോ നീ തെറ്റിദ്ധരിച്ചിട്ട് ഡിവോഴ്സ് വേണം അത് വേണമെന്ന് പറഞ്ഞ്. സോറി ഏട്ടാ. എങ്ങനെയാ നോക്കിയത്? പൊന്നു പോലെയല്ലേ അതിനെ നോക്കിയത്? നിനക്ക് എന്തെങ്കിലും കുറവ്? ഇല്ല. ഡിവോഴ്സ് അത് ഇത് മാങ്ങാത്തൊലി. ചേട്ടൂസ്. എന്താ വിളിച്ചത്? ചേട്ടൂസ്. അയ്യോ, ഇങ്ങനെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇല്ലാതായി പോകുന്നത്. ചേട്ടൂസ്, ഞാൻ അറിയാതെ സംശയിച്ചു പോയി, സോറി. ഞാൻ അങ്ങനെ പറയോ കണ്ണേ? കരലാണ്. ഉച്ചക്ക് ചാള പൊരിച്ചു തരുമോ? പിന്നെ അവിയലില്ലെങ്കിൽ ചേട്ടന് ചോറ് ഇറങ്ങൂലല്ലോ. പിന്നെ നമുക്ക് അവിയൽ വെക്കണ്ടേ? ഞാൻ ആദ്യം മീൻ കടയിൽ പോയി ഇതെല്ലാം വാങ്ങിക്കണ്ടേ? മീൻ വാങ്ങിക്കണം. മീൻ വാങ്ങിക്കണം. എന്നപ്പോ നമുക്ക് പോവാം. സാറോട് യാത്ര പറഞ്ഞിട്ട് പോവാല്ലേ? സാറേ, നമ്മള് പോട്ടാ. എവിടെ പോണ്? വീട്ടിൽ പോണ്. അല്ല, നിങ്ങൾക്ക് ഡൈവോഴ്സ് ഞാൻ പേപ്പറെല്ലാം ശരിയാക്കി. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് ഒരുമിച്ച് കോംപ്രമൈസ് ആയി സെറ്റായി. അയ്യോ, അത് പറ്റൂല. പക്ഷെ ഇന്നൊന്നാണ്ട് ഒരു കാര്യം പറയട്ടെ, നീ ഡൈവോഴ്സ് വാങ്ങിച്ചാൽ പറ്റൂ. ഇവ മറ്റേ മഞ്ജുവിനെയും കൊണ്ട് മൂന്നാറിൽ പോയവനാണ്. അയ്യോ സാറ്, അല്ല, നമ്മൾ രണ്ടുപേരും തെറ്റിദ്ധരിച്ചതാ. മഞ്ചല്ല, മഞ്ഞു. ഇന്നൊന്നാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പെണ്ണ് ശരിയല്ല. നിനക്കറിയാലോ ഇവളെ നാക്ക്. ഇവള് നിന്നെ ഇനിയും ചീത്ത വിളിക്കും. അതുകൊണ്ട് ഡൈവോഴ്സ് വാങ്ങിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ, പെണ്ണുങ്ങളായ കുറച്ച് ഒച്ചത്തിലൊക്കെ സംസാരിക്കണം.